അതൊക്കെ ചുമ്മാ കിടന്ന് പോവുക. ഇപ്പൊ ഈ ഭാഗത്തുള്ളവരെല്ലാം വെള്ളം അടുപ്പിക്കുകയാണ് എല്ലാവരും. ഈ കുന്നുംപുറത്തുള്ളവർ മുഴുവൻ വെള്ളം അടുപ്പിക്കുക. പിന്നെ ഇപ്പൊ ഈ പൈപ്പ് അത് കഴിഞ്ഞ് ഈ വാതകത്തെ പൈപ്പ് വെള്ളം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ മഞ്ഞാണ്ടി ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പ്രതിസന്ധിയായി. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി എള്ളുകാല അമ്മകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി ആൾക്കാർ പരക്കം പായുകയും കുടിവെള്ള പദ്ധതികളൊക്കെ ഇപ്പം പുതുപ്പള്ളിലാണെങ്കിൽ ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയൊക്കെ ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഉണ്ടാക്കുമ്പം നമ്മുടെ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു, അമ്മകുന്ന് കുടിവെള്ള പദ്ധതി. ഇതിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത്. ഇപ്പം തേണ്ട ഇത് നിർജീവമായിട്ട് കിടക്കുന്നത് എന്റെ തൊട്ട് പുറകെ കാണുന്നതാണ്. ഇപ്പം ഇതിന്റെ അകത്തോട്ട് കയറിയ നമ്മളെ പെരുമ്പാമ്പ് വിഴുങ്ങും, ആ ഒരു പരുവത്തിൽ കിടക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. ഇത് പുതുപ്പള്ളി കവല. ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നത് എള്ളുകാല, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡ്. അവിടെ പുതുപ്പള്ളിയുടെ ഹൃദയഭാഗം എന്ന് വേണേൽ പറയാം എള്ളുകാലായി. കാരണം അത്രയ്ക്കും കവലയായിട്ട് അത്രയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡാണ്. ഇത് പോസ്റ്റ് ഓഫീസ്. ഇവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട്, അമ്മകുന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് വലത്തോട്ട് നിങ്ങൾക്ക് കാണാം ഈ വഴി ജലജീവൻ മിഷൻ്റെ പൈപ്പിന് വേണ്ടി എടുത്ത കുഴിയാണ്. ഇത് മുഴുവൻ വർഷങ്ങളായി ഇപ്പം തകർന്നു കിടന്നിട്ട് ഈ ഇതിലെ ഒരു വാഹനം പോലും പോകാൻ മേല, ഒരു ഓട്ടോ പോലും വിളിച്ചാൽ ഇവിടുത്തുകാരെ വിളിച്ചാൽ പോകത്തില്ല. അത്രയ്ക്കും ദുരിതത്തിലാണ് ഇവിടെ മുകളിൽ താമസിക്കുന്നത്. ഒത്തിരി വീട്ടുകാർ, നിരവധി വീട്ടുകാരുണ്ട്. അവരെല്ലാം മിക്ക ദിവസം എന്നെ വിളിക്കും, ചേട്ടാ ഇവിടെ വന്ന് എന്നെ വീഡിയോ എടുക്കാമോ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ വീഡിയോ എടുത്താലും ഈ വഴിയൊക്കെ ഇനിയിപ്പോൾ എന്ന് ജലജീവൻ മിഷൻ്റെ ഇത് റീസ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് ആ വഴിയുടെ വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചാണ് ഞാനവിടെ ചെന്നത്. അപ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു പ്രധാനപ്പെട്ട സംഭവം ഞാൻ അറിഞ്ഞത്. ഒരു കുടിവെള്ള പദ്ധതി ഒരു നാടിൻ്റെ സ്വപ്നമായിട്ട് തീർത്തതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പുതുപ്പള്ളിയുടെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് അമ്മകുന്ന് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് നോക്കിയാൽ പുതുപ്പള്ളി പ്രദേശം മുഴുവൻ കാണാം. അത്രയ്ക്ക് ഉയരമുള്ളതാണ്. ഇവിടെയാണ് 2 മൊബൈലിൻ്റെ ടവറുണ്ട്. ഇത് നമുക്ക് കാണാം. ഇത് ജലജീവൻ മിഷൻ്റെ പുതുപ്പള്ളി കവലയിലെ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ്. അതൊരു വലിയ കുന്നുംപുറമാണ്, കീഴാറ്റ് കുന്നുംപുറത്താണ് ഇരിക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാം. അത്രയ്ക്ക് ഹൈറ്റിലുള്ള സ്ഥലമാണിത്. ഏറ്റവും ഒരു കുടിവെള്ള പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് അമ്മകുന്നിലെ ഈ സ്ഥലം. ഇതുണ്ട്. ഇവിടെ മുഴുവൻ കാട് പിടിച്ച് നിങ്ങൾക്ക് കാണാം. ഇവിടെ 2 ടവറുണ്ട്. അപ്പം അതോടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ടാങ്കിൻ്റെ കുറച്ച് ഭാഗം കാണാം. ഇതാണ് വാട്ടർ ടാങ്ക്, കണ്ടോ? ഈ നാടിൻ്റെ സ്വപ്നമായിട്ട് പണിതീർത്ത ഒരു കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥയാണ്. ഇന്ന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതുപോലെ കാട് പിടിച്ച് മുഴുവൻ അങ്ങോട്ട്, ഞാൻ ആ പരിസരത്തെല്ലാം നോക്കി, അങ്ങോട്ടൊന്ന് കയറാൻ പറ്റത്തില്ല. കാരണം ഈ പരിസരത്തെങ്ങും ആരും ഇല്ല. ഞാൻ അവിടുത്തെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും പുറം ലോകം അറിയത്തില്ല. കാരണം അത്രയ്ക്കും അവിടെ അതുപോലെയാണ്. നിങ്ങളവിടെ ആരെങ്കിലും ചെന്ന് കണ്ടറിയാം, അതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ ഇതിന് മറ്റൊരു വഴിയുണ്ട്. ആ വഴിയും കൂടെ നമുക്ക് പോയി ടാങ്ക് ഒന്നും കൂടെ ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അതും കൂടെ ഒന്ന് കാണണം. ഏതായാലും ടാങ്കിന് കേടുപാടുകളൊന്നുമില്ല, എങ്കിലും അവിടുത്തെ പൈപ്പുകളെ എല്ലാം മുഴുവന് എല്ലാ വീട്ടിലേക്കും പൈപ്പ് കണക്ഷൻ ഇട്ടിരുന്നതാണ്. അവിടെ വെള്ളവും കൊടുത്തുകൊണ്ടിരുന്നതാണ്. എല്ലാ മാസം 50 രൂപയായിട്ടും 100 രൂപയായിട്ടും അങ്ങനെ പൈസയും പിരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ളവരെല്ലാം പൈപ്പിൽ ഈ വെള്ളം വില കൊടുത്ത് മേടിക്കുകയാണ്. 1000 രൂപയാണ് ഒരു ടാങ്ക് വെള്ളം വീട്ടിൽ എത്തുന്നതിന്. ഒരു മാസം ചിലപ്പം 2 പ്രാവശ്യം മേടിക്കേണ്ടി വരും. അതുതന്നെ നല്ലൊരു തുക. ഇവിടെ താമസിക്കുന്നത് എല്ലാം സാധാരണക്കാരാണ്. ഈ സൈഡിൽ താമസിക്കുന്നതെല്ലാം 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ സാമ്പത്തികം ഉള്ളവരേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം പാവങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൂടെ ഒരു വഴിയുണ്ട്. അതിലേ ഞാനൊന്ന് പോകാൻ നോക്കി. പക്ഷേ അതിലേയും ഒട്ടും കയറാൻ മേല. അവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതിയുടെ തുടക്കകാലം തൊട്ട് ഇതിൻ്റെ ഓപ്പറേറ്റർ ആയിട്ടെല്ലാം പ്രവർത്തിച്ച കുഞ്ഞുമോൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. നമ്മുടെ പിന്നെ ഈ കുടിവെള്ള പദ്ധതി ഇല്ലേ, ഇതിൻ്റെ ചുമതല ചേട്ടനായിരുന്നല്ലോ. ഞാനും ഏതാ ആ ഇത് പിന്നെ ഇന്ന് നിൽക്കാനുള്ള കാരണം എന്നാ?
നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഉം. വെള്ളം അഴുക്കാം. ഉം. അതെവിടുന്ന് പമ്പ് ചെയ്യുന്നത്? പമ്പ് ചെയ്ത് അത് കണ്ടത്തില്ല അതിന്റെ നമ്മുടെ ഈ കുളം ഈ ഇലയുടെ അങ്ങേറ്റത്തുള്ള അങ്ങേയറ്റം. ആ അത് ഗിരീഷിന്റെ സ്ഥലമാണ്. ഗിരീശൻ മേടിച്ച കണ്ടായിരുന്നു. ആ ഇവിടെ എല്ലാം ഈ പ്രദേശത്തുള്ള വെള്ളം നല്ലത് കിട്ടുന്ന ആ കന്നുകുഴിക്കാരുടെ ഇങ്ങനെ ഈ ആ സൈഡ് മുഴുവൻ ആ ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇവിടെ വെള്ളം ഇല്ലാതെ വർഷങ്ങളായി ഞങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയും ദൂരെ ചെന്ന് പോരുകയും വണ്ടിയെ ചെന്ന് കൊണ്ടുവരികയും എല്ലാം ചെയ്ത് ഫുള്ള് എല്ലാം പിന്നെ വെള്ളം ഇല്ലല്ലോ. വെള്ളം ഇല്ല ഇല്ല. അപ്പം അങ്ങനെ എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഇവരോട് ആവശ്യപ്പെട്ടു സ്ഥലം തരാൻ ഞങ്ങൾക്കൊരു മോട്ടർ വെച്ച് വെള്ളം എടുക്കാനായിട്ട് നല്ല സൗകര്യമുള്ള കിണറുകൾ അവിടെയുണ്ട്. വേസ്റ്റായിട്ട് കിടക്കുന്നത് നല്ല വെള്ളമാണ്. അപ്പൊ അത് കന്നുപിടിക്കാതെ തരികയില്ല, എന്നാ വന്നാലും അവർ തരികയില്ല. അങ്ങനെ ആ വാർഡ് മുഴുവൻ നോക്കി. പിന്നെ താഴെ എന്തെങ്കിലും കണ്ടത്തിനോട് ചേർന്ന് പലയിടത്തും പോയിട്ട് അവിടെ വെള്ളം ഉള്ളടമുണ്ട്, അത് തരികയില്ല. അങ്ങനെ വന്ന് ഞങ്ങളിവിടെ അന്ന് ഗിരീഷിനോട് പറഞ്ഞു. ഗിരീശനും ഇവിടെ എല്ലാം അന്ന് പ്രസിഡന്റ് ഗിരീശനായിരുന്നു. അപ്പം അദ്ദേഹം എല്ലാം ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് പോയി അന്വേഷിച്ചിട്ട് കഴിഞ്ഞിട്ട് അവര് ആരും തരികയില്ല. അങ്ങനെ നമുക്ക് ഗിരീശൻ പറയുന്ന ഒരു കാര്യം, എൻ്റെ കണ്ടത്തിന്റെ ഈ തെക്കേറ്റം അവിടെ കറ്റിയ ഒരു 6 ഇഞ്ചില്ല ചെളി. അവിടെ നമുക്ക് വേണമെങ്കിൽ ഞാൻ തരാം, അവിടെ എല്ലാവർക്കും എങ്ങനെയാ നമുക്കല്ലേ ഈ. അപ്പൊ ഇത് 4 ഇതുപോലെ കുടിവെള്ള പദ്ധതി വന്നിട്ട് എല്ലാം ക്യാൻസലായി. ആരും വെള്ളം കിട്ടുകയെന്ന് പറഞ്ഞാൽ അന്നിരുന്ന എല്ലാ പ്രസിഡന്റുമാരും മെമ്പർമാരും എല്ലാം തള്ളിക്കളഞ്ഞു. ഇത് പിന്നെ ലതാമോഹൻ ഇരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. കാരണം പുള്ളിക്കാരത്തെ ഞങ്ങളോട് പറഞ്ഞു, എങ്ങനെയാ ഇത് പോയാൽ പിന്നെ ഈ അമ്മൂന്നിന് വെള്ളം കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ചെയ്തെടുക്കാം, എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ നോക്കാം. ഗിരീശൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാമോ. പിന്നെ ഞങ്ങള് ഗിരീശൻ ആ സ്ഥലം സർക്കാരിന് എഴുതി തന്ന. എത്ര സെന്റ് സ്ഥലം അത്? 2 സെന്റ് വെച്ചുള്ളൂ. 2 സെന്റ് വെച്ച അവിടെ വെള്ളം ടാങ്ക് ഇതാറിയ സ്ഥലം, ഈ ടാങ്ക് ഇരിക്കുന്ന സ്ഥലം. അത് ഇവിടെ കുഞ്ഞിനാശാരി എന്ന് പറഞ്ഞൊരു കൽപ്പടിക്കാരന്റെ സ്ഥലം. പുള്ളി അത് വിലക്ക് കൊടുത്തോ അങ്ങനെ വല്ലതാണോ? അതോ അല്ല, അത് ഫ്രീ ആയിട്ട് കൊടുത്തു. ഇവർക്കൊന്നും വെള്ളമില്ല, ഞങ്ങൾക്ക് ആർക്കും വെള്ളമില്ലല്ലോ. അപ്പം അത് കൊടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് അതും ചെയ്തു. പിന്നെ ഞങ്ങൾ വണ്ടി വിളിച്ച്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഈ സർക്കാർ അനുവദിക്കും പറഞ്ഞിരുന്ന കുത്താൻ അനുവദിക്കുക. കുത്തെങ്കിൽ അവരുടെ ഡേറ്റ് വരണം. അപ്പൊ ഇത് ബ്ലോക്ക് മുഖേന കിട്ടുന്നത്, പഞ്ചായത്തിന്റെ. അപ്പൊ ആ വർഷം ഈ സാമ്പത്തിക വർഷത്തിന്റെ മാസം മാർച്ചൊക്കെയല്ലേ? മാർച്ച് 23-ാം തീയതി വരെ അനുവദിക്കുന്നത്. മാർച്ച് 30-ാം തീയതി ക്ലോസ് ചെയ്തപ്പോ ഈ കുളം കുത്തി കൊടുക്കുകയും. പിന്നെ ഞങ്ങള് ആലോചിച്ച് എങ്ങനെ ഇത് കുത്തിയില്ലെങ്കിൽ ഇത് പോയി. അപ്പൊ ഞങ്ങൾ നേരം ബ്ലോക്കിൽ ചെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യം എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കുത്താൻ നോക്കാമെന്ന് വെച്ചു. കുത്തിയില്ലെങ്കിൽ അത് പിന്നെ ഫണ്ട് പോകും. പിന്നെ ഞങ്ങൾ വേറൊരു അമ്പാട്ട് കടവിൽ കിടന്നൊരു വണ്ടി വിളിപ്പിച്ച് അവരെ ഇവിടെ കയറ്റിക്കൊണ്ട് വന്നു. അത് കുത്തി ഒരു തരത്തിൽ 3-4 ദിവസം കൊണ്ട് പറഞ്ഞ രീതി കുത്തിയെടുത്ത് അങ്ങനെയാണ് കുളം ഉണ്ടാക്കിയത്. വന്നേ കുഴപ്പമില്ല, നല്ല വെള്ളം. അന്ന് കൃഷിയില്ല, ഇല്ലാണ്ട് വെള്ളം നല്ല കുഴപ്പമില്ല. കുടിക്കാൻ പറ്റുകയെന്നുള്ളൂ. ചെറിയ മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം കുളിക്കാനും അലക്കാനും ബാത്റൂമിൽ അതിനൊക്കെ കുറച്ചെല്ലാം കിട്ടും. ഒത്തിരി ആവശ്യം പ്രയോജനപ്പെട്ടു. അങ്ങനെ കുത്തി അത് പിന്നെ അത് കെട്ടിച്ചു. ഇവിടെ ടാങ്ക് പണിതു. അങ്ങനെയെല്ലാം ചെയ്തു. പൈപ്പിട്ടെല്ലാം. എത്ര ലക്ഷം രൂപയുടെ പദ്ധതി അങ്ങനെ വല്ലതും അറിയോ? അത് 15 ലക്ഷം രൂപ ആയിട്ടുണ്ട് മൊത്തം അല്ലേ? മൊത്തം 25 ആയി കാണും. ഈ ടാങ്കിന്റെ അങ്ങോട്ട് ഞാൻ ചെന്നിട്ട് ആ ഭാഗത്തോട്ട് കയറാൻ മേല അതുപോലെ ചുമ്മാ കിടക്കുക, ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പം വെള്ളം ഇല്ലാതായിട്ട് എത്ര വർഷമായി? ഇപ്പം ഒരു 5 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 6 വർഷമായിട്ടുണ്ടല്ലേ? ഈ ഭാഗത്തുള്ളവരെല്ലാം ഇവിടെ നിന്നല്ലേ ആ വെള്ളം അല്ലേ എടുത്തോണ്ടിരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് അന്നേരം വെള്ളം എങ്ങനെയാ? ഇപ്പം ഞങ്ങൾ വിലക്ക് മേടിക്കാം. പിന്നെ ഈ പഞ്ചായത്തുകൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി പൊഞ്ഞാടിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞെല്ലാം ചെയ്യിച്ച് ഇവിടെ വെള്ളം കയറ്റാനുള്ള മാർഗം. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് ജാറി ചെയ്ത വെള്ളം കയറുകയെന്നാ ഇവര് പറയുന്നത്. ഈ കുന്നുമ്പുറത്തോട് കയറത്തില്ലെന്നാ ചുമ്മാ പറയാന്നാ കയറുന്നേ. അതൊക്കെ ചുമ്മാ പറയുന്നല്ലേ.
അതേന്നെ, അത് ചുമ്മാ പറയുന്ന. ഉം. അവസാനം ഞങ്ങൾ പിന്നെ ഈ വാട്ടർ അതോറിറ്റിയിലെ ഒരു പാർട്ടിയെ കണ്ട് പുള്ളിയോട് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇവിടെ ഇങ്ങോട്ട് ലൈൻ വെക്കുന്നിടത്ത് അതിന് ചാർജ് ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട്, ആ സംവിധാനം ചെയ്താൽ വെള്ളം കയറി വരുമെന്ന്. അങ്ങനെ പറഞ്ഞാണ് പിന്നെ പിന്നെ ഇവിടെ പാർട്ടിക്കളി നടത്തി. പാർട്ടിക്കാർ പറയുന്നത് കോൺഗ്രസിന്റെ വാർഡ, കമ്മ്യൂണിസ്റ്റിന്റെ വാർഡ, BJP-യുടെ വാർഡ, ഇങ്ങനെ പറഞ്ഞ് ഇവന്മാരങ്ങ് ആ രീതിയിൽ അങ്ങനെ തള്ളിക്കളഞ്ഞു. പിന്നെ ഉമ്മൻചാണ്ടി ഞങ്ങൾ ഇവിടുന്ന് പോയി ഉമ്മൻചാണ്ടിയെ കണ്ടു. ഉമ്മൻചാണ്ടി ചെന്ന് കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പുള്ളി അന്നേരം തന്നെ നാട്ടുകളിലെ എഞ്ചിനീയർ വിളിച്ചു. എഞ്ചിനീയർ ഇവിടെ വന്നു, ഇവിടെ എല്ലാം വന്ന് അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം നോക്കി വെച്ച പുള്ളിക്കാരൻ താഴെ മെയിൻ റോഡിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് അങ്ങ് ഈ വഴിക്ക് ലൈൻ ഇടാന്ന് പറഞ്ഞ് ലൈൻ ഇടാനുള്ള സംവിധാനം എല്ലാം ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്ത് അത് ചെയ്യാനിരിക്കും. പിന്നെ ഇവര് അന്നേരം പിണറായി കയറി. അന്നേരത്തേക്ക് പിന്നെ കൃഷിയായി. അപ്പൊ ഇവര് പറയുന്നത് ഇപ്പം ഇത് പണിത് കഴിഞ്ഞ് വെള്ളം വരുമ്പോ ഇത് വെറുതെ ജലജീവന്റെ ഇത് വന്നു കഴിയുമ്പോ ഇത് അപ്പൊ ഇത് എന്ത് വരാനാ? കഴിഞ്ഞപ്പോ എത്ര വർഷമായി? അല്ല ഇപ്പൊ ഈ അവിടെ 150 രൂപ വെച്ചാണ്ട് എല്ലാ വീടുകൾക്കും പിരിവുണ്ടായിരുന്നല്ലേ ഇതിന്? 150 ഇല്ല, 100 രൂപ വെച്ചായിരുന്നു. 100 രൂപ വെച്ചാ 50 രൂപയായിരുന്നു പിരിവ്. പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പിന്നെ കണ്ടിയാറ് ചില കൂടി. കണ്ടിയാറെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ് 100 രൂപ. 100 രൂപ അയക്കാന്ന് പറഞ്ഞാൽ എല്ലാരും വരുന്നത് എന്നെ അയക്കാന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ നശിച്ചു പോയി. ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പൈപ്പും എല്ലാം പോയല്ലേ. അവസാനം പിന്നെ ഈ വെള്ളം അഴുക്കായി കൃഷി തുടങ്ങി. അന്നേരം കൃഷി തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് പൂട്ടുകയും അടിക്കുകയും എല്ലാം ചെയ്ത് ഈ ചെളിയും പുല്ലും എല്ലാം കൂടെ ഈ കണ്ടത്തിലായോണ്ട് ഇതിലോട്ടല്ലേ എഴുതുന്നത്. ചെറുവെള്ളം വരുന്നത്. എന്നിട്ട് അത് ഭയങ്കര മണം, ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഞങ്ങള് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു. കുഴപ്പമൊന്നും അവർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത് യാതൊന്നിനും ഉപയോഗിക്കരുത്. ആ പരുവായി ഒന്നിനും ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗബാധ്യത ഉണ്ടാവും. അങ്ങനെ എഴുതി തന്നു. ഞാൻ അത് കൊണ്ടൊന്നും ഉമ്മൻചാണ്ടില്ലാന്ന് പറഞ്ഞ് പിന്നെ ചെയ്യാൻ പറ്റും. പുള്ളിക്ക് കൂടെ തലയില്ല തരാൻ. അങ്ങനെ അങ്ങനെ അങ്ങ് കിടന്നു. ഇനി വെള്ളം അങ്ങ് വല്ലാത്തൊരു കറുത്ത നിറായി. ഇത് പണിതപ്പം തൊട്ട ചേട്ടനാണോ ഇതിന്റെ ചുമതലയെല്ലാം? അന്നേരം പോലെ ഞാനും ഈ ശശിയായിരുന്നു. അവിടെ ഈ മോട്ടർ എവിടെയാ വെച്ചിരിക്കുന്നത്? ഇതിന്റെ മോട്ടർ പമ്പ് അത് ഇപ്പം പഞ്ചായത്ത് അത് വിറ്റെന്നാണോ? മോട്ടർ ഇല്ല ഇപ്പൊ? മോട്ടർ ഇല്ല. അതെവിടെയാ വെച്ചോണ്ടിരുന്നത്? മോട്ടർ ഇല്ല ഇപ്പൊ? മോട്ടർ ഇല്ല. അതെവിടെയാ വെച്ചോണ്ടിരുന്നത്? മോട്ടർ എവിടെയാ? മോട്ടർ അവിടെ മോട്ടർ തന്നെയായിരുന്നു. അല്ല അത് മറ്റേ അങ്ങ് അറ്റത്തെ ടാങ്കിന്റെ അവിടെ തന്നെ? ടാങ്കിനകത്ത്. അതിപ്പോ അവിടെ ഇല്ല? ഇല്ല ഇല്ല ഇല്ലെന്നാ എൻ്റെ അറിവ്. ഞങ്ങൾ പിന്നെ അത് എഴുതി കൊടുത്തു, ബ്ലോക്കിന് എല്ലാം എഴുതി കൊടുത്തു. സ്ഥലം എല്ലാം അതിൽ ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനം നിർത്തി. ഞങ്ങളെ കൊണ്ട് വേറെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പൊ അതിന്റെ മോട്ടറിന്റെ കാര്യങ്ങളൊക്കെ അവര് എഴുതി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ബ്ലോക്കിൽ ചെന്ന് പറഞ്ഞിട്ടായിരിക്കും അവര് കൊണ്ടുപോകുന്നത്. എല്ലാം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോയി അതങ്ങ് കാര്യങ്ങള് നമ്മുടെ ഇവിടെ ഉള്ളവരാരും ചെയ്യില്ല. അതിനുള്ള അനുമതിയില്ല. എന്റെ ഈ അയർക്കുന്നം ഭാഗത്ത് അല്ല ഇവിടെ ഇപ്പൊ നമ്മുടെ 1-2 കുടിവെള്ള പദ്ധതി നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ഇഞ്ചക്കാട്ട് അത് അവിടെ നല്ല രീതിയിൽ തന്നെ അവർ വൃത്തിയാക്കി എല്ലാം പോകുന്നത്. ഇവിടെ സ്ഥലം കിട്ടാനുള്ള വീടുകളൊക്കെ ഉണ്ടെന്നേ അവർക്ക് നഷ്ടമൊന്നും വരികയില്ല, അവരുടെ ഒന്നും നഷ്ടപ്പെടുകയില്ല. ഈ പറയുന്ന ഒരു കുളമൊന്ന് കുത്തിയാൽ മതിയല്ലോ. ഒരു മോട്ടർ വെക്കാൻ ആ കുളത്തിനോട് ചേർന്നുണ്ടാക്കിയാൽ മതി മോട്ടർ വെക്കാനായിട്ടുള്ള. എന്തുമാത്രം ആർക്കാർക്ക് അതൊക്കെ ചുമ്മാ കിടന്ന് പോവുക. ഇപ്പൊ ഈ ഭാഗത്തുള്ളവരെല്ലാം വെള്ളം അടുപ്പിക്കുകയാണ് എല്ലാവരും. ഈ കുന്നുംപുറത്തുള്ളവർ മുഴുവൻ വെള്ളം അടുപ്പിക്കുക. പിന്നെ ഇപ്പൊ ഈ പൈപ്പ് അത് കഴിഞ്ഞ് ഈ വാതകത്തെ പൈപ്പ് വെള്ളം വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പ്രതിസന്ധിയായി. അന്നേരത്തേക്ക് ഇവര് തീരുമാനിച്ച് ഇത് കാൻസലായി പോകും, അതുകൊണ്ട് ഇത് ഇടിക്കാനായിട്ട് ഇവര് അനുവദിക്കില്ല. അങ്ങനെ അങ്ങ് കിടന്നു. അങ്ങനെ കിടന്നപ്പോഴേക്ക് വെള്ളം വേണമെന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ വെള്ളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇതിപ്പം ഈ മാർക്സിസ്റ്റുകാരാണ് ഇപ്പം എന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനകത്ത് BJP-ക്കാരും കൂടെ ഇടപെട്ടാണ് ഇപ്പൊ ഈ വെള്ളം അവിടെ ചാർജ് ചെയ്ത് കയറി വരുന്നത്. അപ്പം ഇപ്പം മിക്കവാറും വെള്ളം വരുന്നുണ്ട്. മറ്റേ ഇതിനകത്ത് വെള്ളം വരികയായിരുന്നു. വെള്ളം എന്നാ വരികയും ചെയ്യും. ശ്രമിച്ചാൽ നടക്കാത്ത ഏത് കാര്യമാണ്? ഒരു കാര്യമുണ്ട്. അല്ല ഇതിലും വലിയ ഭയങ്കര പിന്നെ
മുരുകത്തിന് ഇപ്പറേ ഒരു 500 അടി മേലോട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇതിലും വലിയ കുന്നുംപുറത്ത് വെള്ളം കയറി ചെല്ലും പിന്നെ എല്ലായിടത്തും ചെല്ലുമെന്ന് ഇതൊക്കെ ചുമ്മാ പറയുന്നത്. ഇതിപ്പം പേര് അമ്മ കുന്നെന്നുള്ള പേര് വന്നത്. പുൽപ്പള്ളിയുടെ ഹൃദയഭാഗ. അതെ 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 അവിടെ വെള്ളമില്ലെന്ന് പറയുന്നത്. പിന്നെ അതെ അതെ പ്രധാനപ്പെട്ട ഒരു വാർഡല്ലേ പുതുപ്പള്ളിയുടെ. എന്നിട്ട് വെള്ളമില്ല എന്ന് പറയുമ്പോഴത്തേനെ അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഇതിനകത്തോട്ടൊന്ന് കേറാൻ പോലും മേലാത്ത അവരും ചെയ്യുന്നില്ല. അവരിപ്പോ അവർക്ക് ചെയ്യേണ്ട കാര്യം അവർ കൊടുത്ത് അങ്ങനെ അനാനപ്പെട്ട് കിടക്കാം. അല്ലെന്നേ ഇപ്പൊ ഇതിനു വേണ്ടി സൗജന്യമായിട്ട് ഒരാൾ സ്ഥലം വരെ കൊടുത്ത ഒരു പദ്ധതിയല്ലേ അല്ലേ? എല്ലാം സൗജന്യമായിട്ട് കിട്ടുക. അതെ എല്ലാം സൗജന്യമായിട്ട് കിട്ടുക. പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിലുണ്ട്. അത് പുള്ളിയെ പറയാൻ പറ്റത്തില്ല. വെള്ളം കണ്ടത്തില്ല, വെള്ളം ആയതുകൊണ്ട് അത് ശുദ്ധി. പിന്നെ അതിനകത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിന് നല്ല സ്ഥലം ഉള്ളിടത്ത് എടുക്കാതെ അവിടെ പോയി എടുത്തിട്ടല്ല പിന്നെ അത് അല്ലെ പിന്നെ അത് അടിയിൽ നിന്ന് കെട്ടിക്കയറി മണൽ ഫില്ല് ചെയ്ത് മെറ്റിന് ഫില്ല് ചെയ്ത് അങ്ങനെ നമ്മള് അങ്ങനെ അവിടുന്ന് പിന്നെ പമ്പ് ചെയ്താണ് ഈ വീട്ടിൽ മുകളിൽ ഇവിടെ വരുന്നത് വന്നോണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ അതെല്ലാം ഇവര് കളഞ്ഞ് ഈ പൈപ്പെല്ലാം കളഞ്ഞ് മറ്റേ ജലജീവന്റെ വെട്ടപ്പോ അതെല്ലാം മൊത്തം പൊട്ടിപ്പോയി അല്ലേ? അതെല്ലാം വെട്ടി പൊളിക്കാതെ അങ്ങനെ ഇനിയിപ്പോ ഒരു ആശ്രയം ജലജീവൻ മാത്രമേ ഉള്ളൂ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. അതിപ്പോ ഉണ്ടാവുമോ? അത് എന്റെ പണി 3 ടാങ്കിന്റെ പണി തീർന്നു. അപ്പൊ ഇനിയിപ്പം കുറച്ച് പണിയും കൂടെ ഒക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങോട്ട് പൈപ്പ് ഇട്ടിട്ടേ ഇല്ലേ? ബാക്കി എല്ലാ വാർഡിലും ഇട്ടല്ലോ. വഴി വരെ വന്നുള്ളൂ. മെയിൻ റോഡിൽ മാത്രമേ ഉള്ളൂ. അല്ല ഇങ്ങോട്ട് കയറി ഇവിടെ കയറി ഞങ്ങളുടെ ഈ പൈപ്പില്ലേ അവിടെ വരെ വന്നിട്ടുള്ളൂ. എല്ലാ വീടുകളിലും കൊടുക്കണമെന്നല്ലേ? എല്ലാ വീടുകളിലും ഞങ്ങളെല്ലാം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ വീടുകളിൽ ഈ താഴോട്ടുള്ള വീടുകളിലൊന്നും കിട്ടിയിട്ടില്ല. ആണല്ലേ? അത് ശരി. അത് കഴിഞ്ഞ ദിവസം ജലജീവന്റെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം എല്ലാ വീടുകളിലും ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതിങ്ങനെ പറയാന്നുള്ളൂ. ഇവിടുത്തെ മെമ്പറിന് അതിനൊന്നും ഉത്തരവാദിത്തമില്ല. അതിനാന്നറിയോ? അതിന്റെ കാര്യം പറഞ്ഞാൽ അന്ന് ഇവിടെ ഇവർ ഇങ്ങോട്ട് വെട്ടാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വെട്ടാമെന്ന്. ഞാൻ ഈ മാവിന്റെ കമ്പി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ട് നമ്മൾ തലേ മുട്ടയും മുട്ടാതെ രീതിയിലാണ് നിൽക്കുന്നത്. ഈ വലിപ്പത്തിലുള്ള അയാളോട് വെട്ടാൻ വേണ്ടി വെട്ടാതെ നിന്നു. അന്നേരം അവർക്ക് ആ വണ്ടി കയറ്റി ഇവിടെ വരെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മനുഷ്യനെ കൊണ്ട് എടുപ്പിക്കാമെന്നാ പറഞ്ഞു. പക്ഷെ അവർക്ക് വണ്ടി കയറ്റാൻ മേലാതോ. എന്നാലും അവര് അവിടം വരെ ഇട്ടു. അവര് പിന്നെ വന്ന് ചെയ്യാന്ന് പറഞ്ഞ് അവര് പോയി. എന്നാൽ അത് മനുഷ്യനെ കൊണ്ടാണ് വെട്ടിക്കാൻ ഇദ്ദേഹം അതിന്റെ പുറകെ നിൽക്കണ്ടേ? നമ്പർ തന്നിട്ടില്ല. അത് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുള്ളൂ. നമ്പർ വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ വെട്ടി ഇതെല്ലാം അങ്ങനെ വെട്ടാൻ വേണ്ടി JCB കയറുകയല്ല. ഇതെല്ലാം വെട്ടി കിട്ടാനേ. അല്ലാത്തടത്ത് ഇതിനും ഭയങ്കര ഒന്നും പോലെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യമുള്ള മനുഷ്യന് ഇപ്പം വേണ്ടിയെന്ന് പറഞ്ഞാൽ വഴിയും വെള്ളമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടിയത്. ബാക്കി ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് വെള്ളം ഇല്ലെങ്കിലത്തെ കാര്യം അറിയില്ല. നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. ഞങ്ങൾ ഈ വഴി ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പെടുന്നത്. ഈ വഴിയൊന്നും കിട്ടുകയില്ലായിരുന്നു. ഈ വഴി തന്നെ ഇപ്പം പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് മുകളിൽ ഇവിടെ താഴെ വന്ന് ഇറങ്ങുന്ന വഴിയായിരുന്നു. ഈ വഴി ഇവിടെ തൊണ്ടായിരുന്നു. പണ്ട് ഇവിടെ തൊണ്ടായിരുന്നു. ഒരു 10-50 അല്ല നേരത്തെ പോലെ തൊണ്ട. പിതാക്കന്മാരുടെ കാലം പോലെ തൊണ്ട. ആ തൊണ്ട് പിന്നെ ഞങ്ങള് അന്ന് ശിവവാണി സാറിനോട് യോജിച്ചിട്ട് സാറിന്റെ വഴി ആ താഴെന്ന് ഒരു പുതിയ വീടില്ലായിരുന്നു. വീട് ആ വീടിന്റെ അവിടെ വരെ സാറിന്റെ വഴിയാണ്. സാറിന്റെ സ്ഥലം വെട്ടി സാറിന് വഴിയുണ്ടായി. സാറിനോട് ചോദിച്ചു. സാർ പറഞ്ഞൊരു കാര്യം ചെയ്തു, നിങ്ങൾ വെട്ടിക്കോ. വെട്ടിയാൽ 20 വർഷത്തിന് എടുക്കുന്ന പോലെ തന്നെ എടുക്കും. എടുത്തിട്ട് എനിക്ക് ഇയാളെ വെച്ച് തന്നാൽ മതി. അങ്ങനെല്ലാം സമ്മതിച്ചപ്പം ഒത്തിരി പേര് അതിനോട് അടുത്തുള്ള ആൾക്കാരൊന്നും സമ്മതിക്കില്ല. ആ ബാപ്പു അപ്പോൾ അന്ന് സ്വർണ്ണത്തിൻ്റെ നല്ല ഇത് സമ്മതിക്കാം. ഒരു കാരണോട് എന്ന് പറയാൻ ഞാൻ കൊടുക്കുകയില്ല, നിങ്ങൾ കൊടുക്കാൻ ഞാൻ കൊടുക്കും. സാറിന് പറയും ഞാൻ അവരോട് കൊടുക്കാതെ വാങ്ങിയതാണ്. അത് തന്നെ ഞാൻ കൊടുക്കും. അവർക്ക് അങ്ങോട്ട് വഴിയില്ല. പിന്നെ അവർ ഞാൻ പറഞ്ഞത് ചെയ്താന്ന് വെച്ചാൽ മതി. നിങ്ങൾ കൊടുക്കോ കൊടുക്കാതിരിക്കുന്ന എനിക്കറിയണം. ഞങ്ങൾ പിന്നെ അന്ന് ഇവിടെ അപ്പം ബാക്കി ഇങ്ങോട്ടുള്ളവർക്കെല്ലാം വഴികളെല്ലാം കൊടുക്കണം. പിന്നെ പോയിട്ട് ഈ പ്ലോട്ടെന്ന് പറയുന്നത് പാലൂക്കാൻ്റെ ഡോക്ടർ പാലൂരാൻ്റെ. അപ്പം ഞാനെന്ന് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് അമ്മയും അപ്പനും തരാൻ ഇച്ചിരി മടിയാണ്. കാരണം വെച്ചാൽ അവർ 4 ദിവസം നേരത്തെ കൊടുത്താൽ അമ്പലത്തിലോട്ടും ഈ വഴി വീതി കൂട്ടി ഫ്രണ്ടിൻ്റെ വഴി വീതി കൂട്ടിയെല്ലാം കൊടുത്താൽ. കാരണം പറഞ്ഞാൽ നമ്മുടെ സ്ഥലം ഒത്തിരി പോയി അങ്ങനെ പോയതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റിയെന്നെല്ലാം പറഞ്ഞു. അപ്പം പിന്നെ പുള്ളിയുടെ അളിയൻ പറഞ്ഞത് ഡോക്ടർ 2 മാസത്തിനാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം. ഈ ഡോക്ടർ വന്നപ്പം നോക്കുമെന്ന് പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാര്യം
ഇത് നമുക്ക് കുഞ്ഞോനെ ഒന്ന് വിളിക്കാൻ പോകണമെങ്കിൽ നമ്മൾ വണ്ടി അവിടെ കൊണ്ടുവരും നമ്മൾ വേണം. എന്നിട്ടാണെങ്കിൽ അവർക്ക് വെള്ളം കൊണ്ടുവരാനും വണ്ടി വെള്ളം കൊണ്ട് കൊടുക്കാമെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് ഈ വഴി കൊടുക്കുവാണെങ്കിൽ അവർക്കത് പ്രയോജനം. നമുക്ക് പോലെ നമുക്ക് ശാലകാലം പോകുന്നുള്ളൂ. അതുകൊണ്ട് കുറേ ജനങ്ങൾക്ക് പ്രയോജനമല്ല. ഇഷ്ടം പോലെ അങ്ങനെ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള വഴി അങ്ങ് വെട്ടുമായിരുന്നു. താറ്റ് വഴി ഇവിടം വരെ, എൻ്റെ ഈ വീടിൻ്റെ ഇവിടം വരെ അവൻ്റെ സ്ഥല അങ്ങ് വെട്ടി. അങ്ങനെ വെട്ടിയാണിത് വഴിയായിട്ട് കഴിഞ്ഞപ്പം അങ്ങനെ ഇവര് ഈ പാമ്പ് മറ്റേ സ്കൂളിന് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയാൽ പോലെ അങ്ങോട്ട് നടയിറക്കിയാണ് വഴി വെട്ടി കഴിഞ്ഞപ്പോൾ അവിടെ കെട്ടി കയറ്റി ഈ വഴി വെട്ടിയില്ല. ഇന്നിപ്പോൾ അവർക്ക് അവിടെ വഴി തീരുകയാണ്. ഭയങ്കര പൊക്കാനും ഓർക്കുന്നില്ലേ ഇടയപ്പതിനെ കണ്ടാണ്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട വഴി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 5-6 വീട്ടുകാർ രാവും പകലും മണിക്ക് പോയിച്ച് വന്ന് ഞങ്ങൾ പിന്നെ അവിടെ രാത്രി ഒരു 12 മണി പിന്നെ പുള്ളി നല്ലൊരു മനുഷ്യനായോണ്ടല്ലേ പുള്ളി ഇത് ചെയ്തത്. അങ്ങനെയാണ് അത് വെട്ടി. അത് 2 കൊല്ലം റബ്ബറും എല്ലാം കളഞ്ഞു. അല്ല ഭയങ്കര വാല് കിട്ടുന്ന റബ്ബറൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്ന രീതിയിൽ എടുക്കും. പിന്നെ ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് എത്ര അടി വീതി വേണോ അതും എടുത്തോളാം. അങ്ങനെ പുള്ളി തെറ്റോട്ട് ചെയ്തതെന്ന് ഞങ്ങൾ അതെല്ലാം ചെയ്ത് ഇത്രയൊക്കെ ആക്കി ഞങ്ങൾ വഴിയായി. അത് കഴിഞ്ഞാണ് ഈ വെള്ളക്കേസ് ഗിരീശൻ പ്രസിഡന്റായിരുന്നു. ഗിരീശൻ പറഞ്ഞ് ഇവിടെ അന്ന് ഗവർണറിന് മുമ്പ് പറയും നിങ്ങൾക്ക് ഇവിടെ വെള്ളം തന്നിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗിരീശിൻ്റെ ഉപ്പാപ്പനുള്ള ഉണ്ടായിരുന്നപ്പം പുള്ളി ഇങ്ങനെ കൂടി അന്ന് ഇവിടെ മീറ്റിംഗ് നടത്തി. പുള്ളി ജയിച്ച് കഴിഞ്ഞപ്പം ആദ്യം ഈ പോസ്റ്റേക്കുള്ളൊരു ബൾബിട്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാൻ മാത്രമല്ല എഞ്ചിനീയറെ വിളിച്ചുകൊണ്ട് വന്നു. താഴെ നോക്കി പോകുന്നു. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു വെള്ളം കയറാൻ ഇച്ചിരി മടിയാണ്. അന്നേരം എൻ്റെ പുള്ളിക്കാൻ എന്നാ കാരണം ഇവിടെ ശകലം പ്രയാസമാണെന്ന് പറഞ്ഞു. പ്രയാസം എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ചെയ്താൽ കയറി വരികയാണ്. അതൊക്കെ അതിൻ്റെ പ്രോജക്റ്റ് വരാതെ ഇപ്പം നമുക്ക് വെള്ളം കയറുമെന്ന് പറയാൻ പറ്റും. എന്നാൽ പിന്നെ ഇത് ഇതിനാകുമ്പോൾ ഇവിടെ ടാപ്പ് വെച്ചാൽ പോകുന്നു. ആരേത് ലൈനില്ല ടാപ്പ് വെച്ചോളാം. വെള്ളം കയറുമോ കൊണ്ടുവന്ന പദ്ധതിയൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അത് വേണ്ട വെള്ളം കയറി അത് കഴിഞ്ഞപ്പോൾ ഇവന്മാർ വെള്ളം വിടുകയായിരുന്നു. അന്നത്തെ ഈ ഭരണകക്ഷി അത് കോൺഗ്രസ്സുകാർ മാത്രമേ ഒന്നും ഇതായിട്ട് ബലമായിട്ട് ചെയ്യാറുള്ളൂ. മറ്റോ പാർട്ടികളെല്ലാം കൂടി കുറച്ച് വിടും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിടും. പിന്നെ വെള്ളം വയ്ക്കുക. വാൽവ് പൊട്ടുന്നുണ്ടായി. അതങ്ങനെയാണ് പിന്നെ എന്നും പൊട്ടണം. പിന്നെ ഇതൊന്നും അല്ല, ഇതൊക്കെ ഒരു ചെറിയ കളിയാണ്. അത് ഉപയോഗിക്കാൻ കൂടുതലൊക്കെ വെള്ളമാണെന്ന് അങ്ങനെയാണ് നമ്മളത് വേണ്ടെന്ന് വെച്ചു അല്ലേ. എത്ര സെന്റ് സ്ഥലം കൊടുത്തതെന്ന് ഇവരുടെ 2 സെന്റ് കൊടുത്തു. സൗജന്യമായിട്ട് കൊടുത്താണല്ലേ. ഇത് വെള്ളം മടുപ്പ് വന്ന ഉടനെ ഞങ്ങള് വേറെ ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ അമ്മച്ചിയുടെ മണ്ണിൽ തന്നെ ജോയി